ആ പത്രപ്രസ്താവനയിൽ അവരവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ വിഷയം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഒരു തെളിവുമില്ലാതെയല്ലേ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തത്? ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ കൂടി മരിച്ചത് തന്നെ ഈ കൊല്ലാക്കൊല ചെയ്ത ഈ കള്ളത്തരം കൊണ്ടല്ലേ? അപ്പൊ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്ത പാർട്ടിയിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ ഗോപി കോട്ടമുറിക്കലിനെയും പി ശശിയെയും കടകംപള്ളി സുരേന്ദ്രനെയും അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു ഇവരോട്. അതെല്ലാം ആ സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടിയാണ്, അല്ലാതെ ഇവരുമായിട്ട് അതിന് യാതൊരു ബന്ധങ്ങളുമില്ല. മൂന്നാമത്തെ ഞാൻ ചോദിച്ചത് കണ്ണൂരിലൊരു CPM MLA, ഞാൻ അതിന്റെ പേര് പറഞ്ഞില്ല, മുൻ MLA, അദ്ദേഹം അനുഭവിക്കുന്ന മനോവ്യഥ നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അതെല്ലാം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളെല്ലാം ഇവര് ഇറക്കിയ ഒരു പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ്. ഇന്നിപ്പം കോടതി എന്താണ് അതിനകത്ത് പറഞ്ഞത്? കോടതി പറഞ്ഞത് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതായിട്ട് ഒരു വാക്കെങ്കിലും നിങ്ങൾ കാണിക്ക് എന്നാണ് സർക്കാരിനോട് ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു വാചകം പോലും സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഇല്ല. പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എനിക്കെതിരെ സെക്ഷൻ 67A ഇടും? അത് കോടതി ചോദിച്ചു. അതുപോലെ തന്നെ കോടതി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടു. 3.5 മണിക്കൂർ കൊണ്ട് ഇത് എങ്ങനെ പോയി ചെയ്തു എന്നുള്ളത് കോടതി ചോദിച്ചു. പിന്നെ കോടതി എടുത്ത് ചോദിച്ചു, അയാൾ കുറെ ചോദ്യങ്ങളല്ലേ ചോദിച്ചത്, ആ ചോദ്യങ്ങളിനകത്ത് എങ്ങനെയാണ് പ്രശ്നം വരുന്നത് എന്ന് ചോദിച്ചു. പൂർണ്ണമായും കോടതിക്ക് അത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇന്ന് ജാമ്യം കിട്ടിയത്. എനിക്ക് കോടതിയോടും നിയമവ്യവസ്ഥയോടുമുള്ള എന്റെ ബഹുമാനം, ഞാൻ കോടതിയെ നിയമവ്യവസ്ഥയൊക്കെ വിമർശിക്കുന്ന ആളാണ്, പക്ഷെ അതോടൊപ്പം തന്നെ കോടതി നിയമവ്യവസ്ഥയുടെ നല്ല വശങ്ങളെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ കോടതി എടുത്ത ഈ സമീപനം നിയമവ്യവസ്ഥയുടെ മാറ്റ് കൂട്ടുകയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം.